ഏത് അതന്നെ നമ്മുടെ ബ്രെഡ് മാംഗോ പുഡിങ്ങിൻ്റെ ബ്രെഡ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അത് വെച്ചിട്ടൊരു ഈവനിങ് സ്നാക്ക് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടി സബോളയും ഇഞ്ചിയും പച്ചമുളകും ഞാൻ ആദ്യം തന്നെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രെഡ് ഇതുപോലെ കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ സബോളയും ഇഞ്ചി പച്ചമുളകും ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് മുളക് പൊടി നിങ്ങളുടെ എരിവിൻ്റെ അനുസരിച്ച്, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കുറച്ച് മതി, കാരണം ബ്രെഡിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ട്. അത് കഴിഞ്ഞ് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് പതുക്കെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് ലേശം വെള്ളമൊഴിച്ച് പതുക്കെ ഇതൊരു ഡൗ രൂപത്തിലാക്കുക. ഒരുപാട് ടൈറ്റും അല്ല ഒരുപാട് ലൂസും അല്ലാത്ത രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ പാൻ വയ്ക്കുക, ഓയിൽ ചൂടാവുമ്പം ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ബോൾസ് ആയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ നോർമലി കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരു ഷേപ്പിലാണ് ഞാൻ ചെയ്തത്. 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിക്ക് രണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് അത് ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5 ബ്രെഡ് പീസാണ് ഉപയോഗിച്ചത്. അത് വെച്ചിട്ട് തന്നെ എനിക്ക് അത്യാവശ്യം പീസസ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അതായത് ഒരു 10-15ഓളം പീസസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയതാണ് ബ്രെഡ് പക്കോട. വളരെ ഈസിയാണ് ഗൈസ്. നിങ്ങളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. അപ്പോൾ ട്രൈ ചെയ്യണേ. ഓക്കെ, ബൈ.